നിങ്ങളിപ്പോൾ ഈ വാക്കുകൾ വായിക്കുകയാണ്. എന്നാൽ ഈ വാക്കുകൾ ആരാണ് വായിക്കുന്നത്? ആരാണ് ഈ ചിന്തകളെ നിരീക്ഷിക്കുന്നത്? ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക. നിങ്ങളുടെ തലച്ചോറിനുള്ളിലൊരു ശബ്ദം ഈ വാക്കുകൾ വായിക്കുന്നുണ്ട്. ആ ശബ്ദത്തെ ശ്രദ്ധിക്കുന്ന മറ്റൊരാൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ മറ്റൊരാൾ ആരാണ്? അതാണ് യഥാർത്ഥ നിങ്ങൾ. നിങ്ങൾ ഇതുവരെ കണ്ട ലോകം മുഴുവൻ ഒരു മിഥ്യയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കാണുന്നതെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ ഒരു പ്രൊജക്ഷൻ മാത്രമാണ്. ദീപക് ചോപ്ര എന്ന മഹാനായ ചിന്തകൻ ഈ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഈ സത്യം അറിഞ്ഞവർ ലോകത്തെ പഴയ പോലെ കണ്ടില്ല. കാരണം അവർ മനസ്സിലാക്കി, ലോകമെന്നത് പുറത്തു നിലനിൽക്കുന്ന ഒരു സ്ഥിര വസ്തുവല്ലെന്ന്. ലോകമെന്നത് നിങ്ങളുടെ ബോധത്താൽ ഓരോ നിമിഷവും സൃഷ്ടിക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. ഇത് തത്വചിന്തയല്ല, ഇത് ക്വാണ്ടം ഫിസിക്സിന്റെ കണ്ടെത്തലാണ്. നിരീക്ഷകനില്ലാതെ നിരീക്ഷിക്കപ്പെടുന്ന വസ്തു നിലനിൽക്കുന്നില്ല. നിങ്ങളൊരു മരം കാണുന്നു. ആ മരം യഥാർത്ഥത്തിൽ പുറത്തുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ ആ മരം നിങ്ങളുടെ മസ്തിഷ്കം നിർമ്മിച്ച ഒരു ചിത്രം മാത്രമാണ്. പ്രകാശതരംഗങ്ങൾ നിങ്ങളുടെ കണ്ണിൽ പതിക്കുന്നു. അത് വൈദ്യുത സിഗ്നലുകളായി മാറുന്നു. ആ സിഗ്നലുകൾ മസ്തിഷ്കം വ്യാഖ്യാനിക്കുന്നു. അങ്ങനെയാണ് മരം എന്ന അനുഭവമുണ്ടാകുന്നത്. മരം നിങ്ങളുടെ മസ്തിഷ്കത്തിലാണ്, പുറത്തല്ല. ഇതാണ് ഞെട്ടിക്കുന്ന സത്യം. നിങ്ങളുടെ മനസ്സ് ഒരു നിരന്തരമായ ശബ്ദമാണ്. ഈ ശബ്ദം ഒരിക്കലും നിശബ്ദമാകുന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്ന നിമിഷം മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ ഈ ശബ്ദം തുടരുന്നു. ഈ ശബ്ദമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത്. ഈ ശബ്ദം എന്താണ് പറയുന്നത്? അത് ഭൂതകാലത്തെക്കുറിച്ചുള്ള പശ്ചാത്താപങ്ങൾ പറയുന്നു, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ പറയുന്നു, മറ്റുള്ളവരെക്കുറിച്ചുള്ള വിധികൾ പറയുന്നു, സ്വയം കുറ്റപ്പെടുത്തലുകൾ പറയുന്നു. ഈ ശബ്ദം നിങ്ങളാണെന്ന് നിങ്ങൾ കരുതുന്നു. ഇതാണ് രോഗലക്ഷണം. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളുമായി താദാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ എൻ്റെ ചിന്തകളാണ് എന്നാണ്. എന്നാൽ സത്യം അതല്ല. നിങ്ങൾ ചിന്തകളുടെ നിരീക്ഷകനാണ്. ചിന്തകൾ ആകാശത്തിലൂടെ പോകുന്ന മേഘങ്ങൾ പോലെയാണ്. നിങ്ങൾ ആകാശമാണ്, മേഘങ്ങളല്ല. ഈ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. കാരണം ഇനി നിങ്ങൾക്ക് ചിന്തകളെ തിരഞ്ഞെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഭയത്തിന്റെ ചിന്ത വന്നാൽ അതിനെ നിരീക്ഷിക്കാം. അതിനോട് താദാത്മ്യം പ്രാപിക്കാതിരിക്കാം. അതിനെ പോകാൻ അനുവദിക്കാം. ഈ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ ആത്മീയ ഉണർവ്. ഒളിഞ്ഞിരിക്കുന്ന കാരണം നിങ്ങളുടെ കണ്ടീഷൻഡ് മൈൻഡാണ്. കുട്ടിക്കാലം മുതൽ നിങ്ങളെ പഠിപ്പിച്ചത് ലോകത്തെ എങ്ങനെ കാണണമെന്നാണ്. ഇത് നല്ലത്, ഇത് ചീത്ത, ഇത് ശരി, ഇത് തെറ്റ്. ഈ വിധികളെല്ലാം നിങ്ങളുടെ മനസ്സിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ പ്രോഗ്രാമിലൂടെയാണ് നിങ്ങൾ ലോകത്തെ കാണുന്നത്. ഒരു യാഥാർത്ഥ്യമുണ്ടാകുന്നത് നിങ്ങൾ അതിന് നൽകുന്ന അർത്ഥത്തിലൂടെയാണ്. ഒരു സംഭവം നടക്കുന്നു. ആ സംഭവം ശൂന്യമാണ്. അതിന് സ്വന്തമായൊരർത്ഥവുമില്ല. നിങ്ങളാണ് ആ സംഭവത്തിന് അർത്ഥം നൽകുന്നത്. നിങ്ങളുടെ കണ്ടീഷൻഡ് മൈൻഡാണ് ആ അർത്ഥം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണ് ഒരേ സംഭവം രണ്ടാളുകൾക്ക് രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളാകുന്നത്. നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് മറ്റൊരാളുടെ പ്രവൃത്തി കൊണ്ടല്ല, ആ പ്രവൃത്തിക്ക് നിങ്ങൾ നൽകുന്ന അർത്ഥം കൊണ്ടാണ്. ഈ അർത്ഥം മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ഇതാണ് നിങ്ങളുടെ ശക്തി. ഈ ശക്തി തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളൊരു ഇരയായിരിക്കുന്നത് നിർത്തുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്രഷ്ടാവായി മാറുന്നു. ഈ തിരിച്ചറിവില്ലായ്മയുടെ വൈകാരിക നാശം എന്താണ്? നിങ്ങൾ നിരന്തരം പുറത്തുള്ള ലോകത്തിൽ സമാധാനം തേടി അലയുകയാണ്. കൂടുതൽ പണം കിട്ടിയാൽ സമാധാനമാകുമെന്ന് കരുതുന്നു. കൂടുതൽ അംഗീകാരം കിട്ടിയാൽ സമാധാനമാകുമെന്ന് കരുതുന്നു. കൂടുതൽ സ്നേഹം കിട്ടിയാൽ സമാധാനമാകുമെന്ന് കരുതുന്നു. എന്നാൽ ഇവയെല്ലാം കിട്ടിയിട്ടും സമാധാനം കിട്ടുന്നില്ല. കാരണം സമാധാനമെന്നത് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു വസ്തുവല്ല. അത് നിങ്ങളുടെ ആന്തരിക അവസ്ഥയാണ്. നിങ്ങൾ അന്വേഷിക്കുന്നത് തെറ്റായ സ്ഥലത്താണ്. ഒരു മാൻ കസ്തൂരിയുടെ മണമന്വേഷിച്ച് കാട്ടിലൂടെ ഓടുന്നു. ഒടുവിൽ തളർന്നു വീഴുന്നു. അപ്പോഴാണത് തിരിച്ചറിയുന്നത്, ആ മണം തന്റെ സ്വന്തം ശരീരത്തിൽ നിന്നാണ് വരുന്നതെന്ന്. നിങ്ങളും അങ്ങനെയാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷവും സമാധാനവും സ്നേഹവുമെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. എന്നാൽ നിങ്ങൾ പുറത്തു തിരയുകയാണ്. ഈ തിരച്ചിൽ നിങ്ങളെ തളർത്തുന്നു, നിരാശപ്പെടുത്തുന്നു, രോഗിയാക്കുന്നു. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ ശരീരത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ദീപക് ചോപ്ര പറയുന്നത് എല്ലാ കോശങ്ങളും നിരന്തരം നിങ്ങളുടെ ചിന്തകൾ ശ്രവിക്കുന്നുണ്ടെന്നാണ്. നിങ്ങൾ ഭയം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ രോഗപ്രതിരോധശേഷി കുറയുന്നു. നിങ്ങൾ സ്നേഹം ചിന്തിക്കുമ്പോൾ അത് വർദ്ധിക്കുന്നു. ഇത് ശാസ്ത്രമാണ്. സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്ന ശാസ്ത്രശാഖ ഇത് തെളിയിച്ചിട്ടുണ്ട്. പണത്തിന്റെ മനഃശാസ്ത്രത്തിൽ ഈ ബോധം എങ്ങനെ പ്രവർത്തിക്കുന്നു? പണമെന്നത് നിങ്ങളുടെ സമൃദ്ധിബോധത്തിന്റെ ഒരു ബാഹ്യ പ്രതിഫലനമാണ്. നിങ്ങൾ സമൃദ്ധിബോധത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പണം നിങ്ങളെ തേടിവരും. നിങ്ങൾ ദാരിദ്ര്യബോധത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പണം നിങ്ങളിൽ നിന്ന് ഓടിമറയും. ഇത് ആകർഷണ നിയമം മാത്രമല്ല, ഇത് ബോധത്തിന്റെ പ്രവർത്തനമാണ്. നിങ്ങളുടെ ബോധം എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും. നിങ്ങൾ ദാരിദ്ര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കൂടുതൽ ദാരിദ്ര്യം, സമൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കൂടുതൽ സമൃദ്ധി. ഇത് ലളിതമായ ഒരു നിയമമാണ്. എന്നാൽ
ഇത് പ്രാവർത്തികമാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ബോധത്തെ മാറ്റണം. പുറത്തുള്ള പ്രവർത്തനങ്ങൾ മാത്രം മതിയാകില്ല. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുന്നു, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ദാരിദ്ര്യബോധമാണെങ്കിൽ ആ ബിസിനസ് പരാജയപ്പെടും. കാരണം നിങ്ങളുടെ ആന്തരിക ബോധം പുറമേയുള്ള യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. ആദ്യം ആന്തരികം, പിന്നെ ബാഹ്യം. ഇതാണ് പ്രപഞ്ചത്തിന്റെ ക്രമം. നിങ്ങൾ ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ ക്ഷീണിക്കുന്നത്. എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിൽ വേണമെന്ന ആഗ്രഹം ഒരു വലിയ മിഥ്യയാണ്. നിങ്ങൾക്ക് പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. നദിയുടെ ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കുന്നതുപോലെയാണത്. നിങ്ങൾ തളരും, മുങ്ങിപ്പോകും. പകരം ഒഴുക്കിനൊപ്പം ഒഴുകാൻ പഠിക്കുക. അതാണ് വിട്ടുകൊടുക്കൽ. വിട്ടുകൊടുക്കലെന്നാൽ ഉദാസീനതയല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ബുദ്ധിയിൽ വിശ്വാസമർപ്പിക്കലാണ്. നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്യുക, എന്നിട്ട് ഫലം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. ഈ മനോഭാവം നിങ്ങൾക്ക് അപാരമായ സമാധാനം നൽകും. നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടും, നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും, നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടും. കാരണം നിങ്ങൾ ഇനിയൊരു പോരാളിയല്ല, നിങ്ങളൊരു ഒഴുക്കുകാരനാണ്. ഒഴുക്കുകാർക്ക് ഒരിക്കലും തളർച്ചയില്ല. നിശബ്ദതയിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന ഒരു സത്യമുണ്ട്. എന്നാൽ നിങ്ങൾ നിശബ്ദതയെ ഭയപ്പെടുന്നു. നിങ്ങൾ എപ്പോഴും ശബ്ദം കൊണ്ട് നിങ്ങളുടെ ചുറ്റുപാട് നിറയ്ക്കുന്നു. ഫോൺ, ടിവി, സോഷ്യൽ മീഡിയ, സംഗീതം. എന്തുകൊണ്ട്? കാരണം നിശബ്ദതയിൽ നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ശൂന്യതയെ അഭിമുഖീകരിക്കേണ്ടിവരും. ആ ശൂന്യത നിങ്ങളെ ഭയപ്പെടുത്തുന്നു. എന്നാൽ ആ ശൂന്യതയാണ് യഥാർത്ഥത്തിൽ പൂർണ്ണത. ആ ശൂന്യതയിലാണ് എല്ലാ സൃഷ്ടിയുടെയും ഉറവിടം. ആ ശൂന്യതയിലാണ്